ഹായ് ഫ്രണ്ട്സ്, യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് യൂണിവേഴ്സ് എന്ത് ഗൈഡൻസ് ആണ് ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് നിങ്ങൾക്ക് മുൻകൂട്ടി തരാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ നിങ്ങളുടെ മുമ്പിൽ ഈ റീഡിംഗ് എത്തുന്നത് അപ്പം മുതൽ ഇത് റെസണേറ്റ് ആവാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾ ഇതിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാക്സിമം നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ഇതിൽ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ അട്രാക്റ്റ് ചെയ്തെടുക്കുക. അപ്പം ആദ്യം തന്നെ നിങ്ങൾ ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഏരിയയിൽ പോയിരുന്ന് ഒരു 3 ടൈംസ് ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുക. അതായത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക, എന്നിട്ടൊരു 2 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, എന്നിട്ട് വായിലൂടെ പതുക്കെ റിലീസ് ചെയ്യുക. അങ്ങനെ ഒരു 3 ടൈംസ് നിങ്ങൾ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആവും. ആ സമയത്ത് നിങ്ങൾക്ക് ഏത് ദൈവത്തിലാണോ കൂടുതൽ വിശ്വാസം ആ ദൈവത്തോട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ദൈവം നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് തന്നെ തരും. നിങ്ങളായിട്ട് യൂണിവേഴ്സ് കണക്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് മുൻകൂട്ടി ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് അറിയാൻ സാധിക്കുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇത് എത്ര പേർക്ക് റെസൊണേറ്റ് ആവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് ഇന്ന് നമുക്ക് യൂണിവേഴ്സ് തന്നിട്ടുള്ള ഗൈഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ എന്താണെന്ന്. കിങ് ഓഫ് കപ്സ് ആണ് ഇന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള യൂണിവേഴ്സൽ ഗൈഡൻസ് എന്ന് പറയുന്നത്. നിങ്ങളെന്ന് പറഞ്ഞൊരു വ്യക്തി ഒരു കുലുക്കവും ഇല്ലാത്തൊരു വ്യക്തിയാണ്. ഇത് കണ്ടില്ലേ, ഒരു രാജാവിൻ്റെ ഒരു ഇതിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ഒരു കുലുക്കവും ഇല്ലാത്ത രീതിയിലാണ് നിങ്ങൾ പെരുമാറുന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് വിലയിരുത്തണം. അപ്പം മറ്റുള്ളവരെ നയിക്കാനുള്ള ഒരു നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ നയിക്കാനുള്ള ഒരു അമാനുഷിക ശക്തി തന്നെ നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു കഴിവുള്ള വ്യക്തിയാണ് നിങ്ങൾ. പിന്നെ നിങ്ങൾക്ക് ഭയങ്കര ദീർഘവീക്ഷണമുണ്ട്. അതായത് നിങ്ങൾക്കിങ്ങനെ കാര്യങ്ങൾ മുൻകൂട്ടി ചിന്തിച്ച് മനസ്സിലാക്കാനുള്ളൊരു കഴിവുള്ളൊരു വ്യക്തിയാണ് നിങ്ങളെന്ന് പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് കുറച്ച് ആർഭാടമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ദിവസം ആ ഒരു കാര്യത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ആർഭാടകരമായിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസകൾ ഇന്ന് ചിലവാകാതിരിക്കാനൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് ഭയങ്കര ഭാവനയുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ. ഭാവനാപരമായിട്ട് നിങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് അതായത് നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വരുവാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ആലോചിച്ച് അതിനുള്ളൊരു സൊല്യൂഷൻ കണ്ടെത്താൻ നിങ്ങൾക്ക് നല്ല കഴിവുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങൾ വിഷമത്തിലും ഒരു ദേഷ്യത്തിലൊന്നും നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കാതെ നിങ്ങൾ നന്നായിട്ട് ആലോചിക്കാനാണ് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത്. കാരണം നിങ്ങൾക്ക് അത്രയ്ക്കും പവർഫുള്ളുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ യൂണിവേഴ്സിൻ്റെ കണ്ണിൽ. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് സ്നേഹമുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ. മറ്റുള്ളവരോടൊക്കെ ഒത്തിരി സ്നേഹമുള്ള വ്യക്തിയാണ്. അപ്പം ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ളവരോട് ദേഷ്യപ്പെടുന്നതെല്ലാം നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ആത്മാർത്ഥമായൊരു സ്നേഹത്തിൻ്റെ പേരിലായിരിക്കും. പക്ഷേ മറ്റുള്ളവരത് മനസ്സിലാക്കാതെ നിങ്ങളോട് ചിലപ്പം ദേഷ്യം കാണിക്കുന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അതൊന്നും വിഷമിക്കേണ്ട. നിങ്ങൾ ഒത്തിരി സ്നേഹമുള്ള വ്യക്തിയാണെന്ന് യൂണിവേഴ്സ് തന്നെ പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഭയങ്കര ആഴത്തിലുള്ള വികാരങ്ങളുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ. അതായത് നിങ്ങൾ ഇപ്പം മറ്റൊരാൾ എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അതായത് നിങ്ങൾ കൊടുക്കുന്ന സ്നേഹം അതുപോലെ നിങ്ങൾക്ക് തിരിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര വിഷമമൊക്കെ ഉണ്ടാകുന്ന അങ്ങനത്തെ ഒരു വ്യക്തിയാണ് നിങ്ങൾ. അപ്പം പക്ഷേ നിങ്ങളത് പുറമേ കാണിക്കുന്നുണ്ടാവില്ല ചില സമയങ്ങളിൽ. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ എടുക്കുമ്പോൾ യൂണിവേഴ്സിന് അറിയാവുന്ന അത്ര നമുക്കൊന്നും നമ്മളെക്കുറിച്ച് തന്നെ അറിയുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഉള്ളിൽ നിങ്ങൾ ഒരുപാട് വികാരങ്ങളുള്ളൊരു വ്യക്തിയാണ്. അതായത് ഒത്തിരി നിങ്ങൾക്ക് പെട്ടെന്ന് ഹേർട്ടാവുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. പക്ഷെ പുറമേ നിങ്ങൾ മറ്റുള്ളവരെ കാണിക്കാനായിട്ട് ഞങ്ങൾ ഭയങ്കര സ്ട്രെങ്ത് ആണെന്നൊക്കെ നിങ്ങൾ വരുത്തിയെടുക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ഈ ഒരു കാര്യങ്ങളിലൊക്കെ നിങ്ങൾ കുറച്ചൊരു ശ്രദ്ധ കൊടുക്കുക. അതായത് പെട്ടെന്ന് നിങ്ങൾ ദേഷ്യപ്പെടാതെ. അപ്പോൾ ആഴത്തിലുള്ള വികാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ദേഷ്യപ്പെടേണ്ട ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ മാക്സിമം അതൊന്നും
ദേഷ്യപ്പെടാതെ ഇരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. പിന്നെ സ്നേഹം, എല്ലാവർക്കും സ്നേഹത്തോടെ പെരുമാറുക. പിന്നെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമ്മൾ മുഖത്ത് നോക്കി ഒറ്റയടിക്ക് അങ്ങ് പറയാതെ, ഇപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ നല്ല രീതിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക അവരെ. പക്ഷെ ദേഷ്യത്തോടെ പറയുമ്പോഴാണ് നിങ്ങളോടും മറ്റുള്ളവർക്ക് ദേഷ്യം വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ക്യാരക്ടറൊക്കെ ഇന്നൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ പണം, ഞാൻ പറഞ്ഞല്ലോ ആർഭാടകരമായിട്ട് നിങ്ങൾ ഭയങ്കര ഇതുള്ള വ്യക്തിയാണ്. അപ്പം നിങ്ങൾ ആ രീതിക്ക് നിങ്ങളുടെ ക്യാഷ് പോവാതിരിക്കാനും സേവ് ചെയ്യാനൊക്കെ നിങ്ങൾ ശ്രമിക്കുക. പിന്നെ 2026 നിങ്ങൾ നല്ലൊരു പ്ലാന് കൊണ്ടുവരിക. നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വേണമെന്നുള്ളത് അതിനൊക്കെ നിങ്ങളൊന്ന് പ്ലാൻ ചെയ്യുക. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നിങ്ങളുടെ യൂണിവേഴ്സ് ഗൈഡൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഒത്തിരി സ്നേഹമുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങൾ അത് ഒരു എന്ത് സംഭവിച്ചാലും ഒരു കുലുക്കം ഇല്ലാതിരിക്കുന്ന കൂടി ഒരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങൾ അതിലൊക്കെ ഒന്ന് ഇതാക്കുക. അപ്പോൾ അതായത് ഓവറായിട്ടൊരു കാര്യത്തിൽ നിങ്ങൾ ആലോചിച്ച് വിഷമിക്കണം എന്നല്ല പറയുന്നത്. പക്ഷേ ജീവിതത്തിലേക്ക് എടുക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ അതിൽ ആ കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക തന്നെ വേണം. എന്നിട്ട് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്കമ്മിന് നിങ്ങൾക്ക് നല്ല ഒത്തിരി ഭാവനയുള്ള വ്യക്തി. അപ്പോൾ നിങ്ങൾ അതിനുള്ളത് ചിന്തിച്ച് ഇതാക്കുക. അപ്പോൾ ഇത് ഇത്രയുമാണ് നിങ്ങൾക്ക് ഇന്ന് യൂണിവേഴ്സ് തന്ന ഗൈഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിച്ച് ഇത് ഫോളോ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ മനസ്സൊന്നും വേദനിക്കാതിരിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും യൂണിവേഴ്സ് എല്ലാവർക്കും ഒരേ തരത്തിലുള്ള കഴിവുകളാണ് തന്നിട്ടുള്ളത്. പക്ഷെ നമ്മളുടെ കഴിവുകൾ നമ്മൾ കാണാതെ പോകുമ്പോഴാണ് നമ്മളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷെ നിങ്ങൾ ഒത്തിരി കഴിവുകളുള്ളൊരു വ്യക്തിയാണ് യൂണിവേഴ്സിൻ്റെ മുമ്പിൽ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾ മുമ്പോട്ടേക്ക് കൊണ്ടുവരിക. മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ രാജാവ് എന്ന പദവിയിൽ തന്നെ നിങ്ങൾ വാഴണം. അല്ലാതെ ഒരു ഭടൻ്റെയോ അല്ലെങ്കിൽ ഒരു സേവകൻ്റെയോ രീതിക്കല്ല നിങ്ങൾ മുമ്പോട്ട് പോകേണ്ടത്. കാരണം നിങ്ങൾ രാജാവായിട്ടിരിക്കണം എന്ന് തന്നെയാണ് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ രീതിക്ക് വരിക. എന്ന് വിചാരിച്ച് മറ്റുള്ളവരെ അടിച്ച് താഴ്ത്തുകയല്ല. മറ്റുള്ളവരോട് സംസാരിക്കേണ്ട കാര്യങ്ങൾ സംസാരിക്കുക. പക്ഷെ അതൊരു സ്നേഹത്തിൻ്റെ രീതിയിൽ സംസാരിക്കുക. അല്ലാതെ ഒരു ഭരണ രീതിയിൽ സംസാരിക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ ഇത്രയും ആണ് യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ്. നിങ്ങൾക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.